ജോർജിയയിൽ 56 വയസ്സുള്ള മഹേന്ദ്ര പട്ടേൽ എന്ന എഞ്ചിനീയർക്ക് സംഭവിച്ചത് മനസ്സിനെ ആകെ അലോസരപ്പെടുത്തുകയല്ല, അലട്ടുന്നു. വാസ്തവം പറഞ്ഞാൽ ആ, നമ്മെ ദുഃഖിതരാക്കുന്നു, നമ്മെ വിവശരാക്കുന്നു. എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അറിയാതെ നമ്മൾ വിഷമത്തിലാവുന്നു. പ്രധാന കാരണം അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും തോന്നുന്നു. ഇന്ത്യക്കാരായ നമുക്കെല്ലാവർക്കും അങ്ങനെ തോന്നുന്നു. കാരണം നമ്മുടെ നമ്മുടെ മനസ്സും നമ്മുടെ പാരമ്പര്യവും നമ്മുടെ സംസ്കാരവും മറ്റൊരാൾക്ക് പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല. അതുകൊണ്ടാണ് ഒരു കാലത്ത് ഈ മുതിർന്ന പ്രായമുള്ള ആളുകൾ പോലും ഇവിടുത്തെ കുട്ടികളെ എങ്ങാനും പിന്നെ തൊട്ട് കഴിഞ്ഞാൽ അവരെ ലാളിക്കാനായിട്ടായിരിക്കും പിന്നെ തൊടുന്നത്, ഓമനിക്കാൻ വേണ്ടി. അതുപോലും അതിൻ്റെ പേരിൽ പോലും പലരെയും അറസ്റ്റ് ചെയ്യുകയും ജയിലിലാകുകയും ചെയ്ത സംഭവങ്ങൾ നമ്മൾ ഓർക്കുന്നുണ്ട്. കുറേ കാലം മുമ്പാണ്. ഇപ്പോഴും നമ്മൾ ആരും തൊടാറില്ല കുട്ടികളെ കണ്ടാൽ. കാരണം അബദ്ധത്തിൽ ചെന്ന് ചാടും. നമ്മൾ യാതൊരു ദുരുദ്ദേശവും കാണില്ല. ഇവിടെയുള്ളവരെ പോലെ എല്ലാം ഈ സെക്സ് ഹംഗ്രി ആയിട്ടുള്ള ആളുകളാണ് നമ്മളെന്നുള്ളൊരു ധാരണയാണ് ഇവിടെ പലരും വെച്ച് പുലർത്തുന്നത്. എന്തായാലും ആ സാംസ്കാരികമായ ഒരു വ്യത്യാസം, നമ്മൾ ഈ ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പോലെ, ആ വിവർത്തനത്തിൽ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന പോലെ, ആ വ്യത്യസ്തമായ സംസ്കാരം മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പം നമ്മുടെ പൈതൃകം പിന്നെ ഇതിൻ്റെ പ്രശ്നമാണത്. എന്ന് മാത്രമല്ല, പല കാര്യങ്ങളിലും നമുക്ക് തകൃതം പോലെ പറഞ്ഞു നിൽക്കാനുള്ള കഴിവ് നമുക്കില്ലതാനും. നമ്മുടെ ലാംഗ്വേജും അത് തന്നെ. പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ചിലപ്പോൾ നമുക്കെതിരെ ആയിട്ട് പോലും അവർക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ മഹേന്ദ്ര പട്ടേലിൻ്റെ കാര്യം സംഭവം ഇതാണ്. മാർച്ച് 18 മഹേന്ദ്ര പട്ടേൽ പിന്നെ കോപ്പ് കൗണ്ടിയിലെ പിന്നെ അക്വർത്ത് എന്ന സ്ഥലത്തുള്ള വാൽമാർട്ടിൽ ചെല്ലുന്നു. അവിടെ വെച്ച് അദ്ദേഹം പിന്നെ വാൽമാർട്ടിൽ ഇങ്ങനെ കൗണ്ടറുകൾ നോക്കി പിന്നെ ഓരോ സ്ഥലവും നോക്കി നടക്കുന്നു. അപ്പം ഒരു സ്ത്രീ ഒരു മോട്ടോറൈസ്ഡ് കാർട്ടിലാണ് പോകുന്നത്. അപ്പം ആ കാർട്ടിൽ പോകുന്ന അവരോട് ചോദിച്ചു, ടൈലനോട് ഇരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? അപ്പോൾ അവർ അത് അന്നേരം അത് ചൂണ്ടിക്കാണിച്ച് 3 തവണ ഇവർ തമ്മിൽ കാണുന്നുണ്ട്. പിന്നെ അതിനുശേഷം 2ാം തവണ കാണുമ്പോഴാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെ പിന്നെ ടൈലനോട് ഇന്നടത്തിരിക്കുന്നു എന്ന് പറഞ്ഞ്. ആ സമയത്ത് ഇവരുടെ കുട്ടി, അപ്പോൾ ഇവർ മോട്ടോറൈസ്ഡ് കാർട്ടിലാണ് ഇരിക്കുന്നത്. ഇവരുടെ 2 വയസ്സുള്ള കുട്ടിയും 4 വയസ്സുള്ള കുട്ടിയും ഇവരുടെ കൂടെ ഇരിപ്പുണ്ട്. 2 വയസ്സുള്ള ആൺകുട്ടി ഇവരുടെ മടിയിലിരിക്കുന്നു. അപ്പോൾ ആ കുട്ടി താഴെ വീഴാൻ പോകുന്നു. അതുകൊണ്ട് ആ കുട്ടിയെ നേരെ പിടിച്ചിരുത്തിയെന്നാണ് പട്ടേൽ പറയുന്നത്. ഇവർ പറയുന്നത് അതല്ല, ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ഇയാൾ ശ്രമിച്ചു, ഇയാളുടെ കയ്യിൽ നിന്ന് കുട്ടിയെ പിടിച്ചു മേടിക്കുകയായിരുന്നു ചെയ്തതെന്ന് എന്നാണ് പറയുന്നത്. അതിനുശേഷം വീണ്ടും ഇവർ കാണുന്നുണ്ട്. അപ്പോൾ ഇയാൾ ടൈലനോട് കിട്ടിയെന്നുള്ള രീതിയിൽ അവരോട് കൈ കാണിക്കുകയോ എന്തോ ചെയ്യുന്നതായിട്ടാണ് വീഡിയോയിൽ കാണുന്നത്. അങ്ങനെ 3 തവണയാണ് ഇവർ തമ്മിൽ കാണുന്നത്. അപ്പോൾ അതിനുശേഷം ഈ സ്ത്രീ 26 വയസ്സുള്ള കരോളിൻ മില്ലർ എന്ന സ്ത്രീ, അപ്പോൾ അവർ അതിനുശേഷം ഒരാളുമായിട്ട് ഒരു ഓറഞ്ച് ഷർട്ടിട്ട ഒരാളുമായിട്ട് സംസാരിക്കുന്നതും ലോഹ്യം പറയുന്നത് അയാൾ കുട്ടികളെ സഹായിക്കുന്നതൊക്കെ വീഡിയോയിൽ കാണുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഇവർ പോയി കൗണ്ടറിൽ പോയോ മറ്റോ ജോലിക്കാരോട് പറയുന്നു, ഇയാൾ ഇവരുടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് ഒരാൾ ശ്രമിച്ചു എന്ന്. അപ്പോൾ ഇതിനിടയിൽ പട്ടേൽ പൈസ കൊടുത്ത് മരുന്നും വാങ്ങിച്ച് പൈസയും കൊടുത്ത് സാധാരണ പോലെ മടങ്ങുകയും ചെയ്തു. അപ്പോൾ അന്ന് വൈകിട്ട് അവിടെ ഈ ജീവനക്കാരോട് പറഞ്ഞു, അന്ന് വൈകിട്ട് അവർ പോലീസിനെ വിളിച്ച് അറിയിച്ചു ഇയാൾ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന്. അങ്ങനെ 3-ാം ദിവസം പട്ടേൽ അറസ്റ്റിലായി. അപ്പോൾ പട്ടേൽ അറസ്റ്റിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ പറയുന്നത്, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഈ മാധ്യമങ്ങളിൽ ഫോട്ടോ കണ്ടപ്പോഴാണ് ഇങ്ങനെ അറസ്റ്റിലായി എന്നറിയുന്നത്. അപ്പോൾ ഇങ്ങേരുടെ ഭാര്യയാണെങ്കിൽ ആപ്പാടെ അവശ നിലയിലായിപ്പോയി ഇങ്ങനെ കേട്ടതിന് ശേഷം. അതുപോലെ തന്നെ ഇങ്ങേർക്ക് 86 വയസ്സുള്ള അമ്മയോ മറ്റോ കൂടെയുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയാണ് ടൈലനോട് മേടിക്കാൻ ചെന്നത്. അങ്ങനെ വളരെ ഫ്രാൻറ്റിക്കായിട്ട് പെട്ടെന്ന് അത്യാവശ്യം ഉണ്ടായിരുന്നു. കാരണം ദിവസം 2 തവണ ഏതോ തരം ടൈലനോട് അമ്മ കഴിക്കുന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഓടിച്ചെന്നത്. ഇത്രയാണ് അവർ പറയുന്നത്, ബന്ധുക്കൾ പറയുന്നത്. അപ്പോൾ ഈ സ്ത്രീ പറയുന്നത് കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനാണെന്ന് കൃത്യമായിട്ട് അവർ ആരോപിക്കുക മാത്രമല്ല ചാനലുകളിലെല്ലാം പോയിരുന്ന് ഇക്കാര്യം തന്നെ പറയുകയും ചെയ്യുന്നു. അത് വലിയ പ്രചാരം കിട്ടുകയും ചെയ്യുന്നു. അപ്പം അതിൻ്റെ ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂവിൻ്റെയൊക്കെ അത് കാണിക്കുന്നതിൻ്റെ അടിയിൽ നമുക്കറിയാം ഇന്നത്തെ സമയം വളരെ മോശമാണല്ലോ. ഇങ്ങനെ ഡീപ്പോർട്ട് ചെയ്യണം, ആജീവനാന്തം ജയിലിലിടണം എന്നൊക്കെ പറഞ്ഞുള്ള ഹെയ്റ്റ് ഫിൽഡ് കമൻറ്റുകൾ അവിടെയെല്ലാം നിറഞ്ഞിരിക്കുന്നു. അപ്പോഴത്തേക്കാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഒന്ന് ഇതിനെതിരെ രംഗത്ത് വരിക എന്ന് പറഞ്ഞാൽ നമ്മളെക്കൊണ്ട് ഇത്രയൊക്കെ കഴിയൂ. നമ്മൾ പറയുന്നത് ഇത് ശരിയല്ല, ഇങ്ങനെയുള്ളൊരു കാര്യം നടന്നിട്ടില്ല. കാരണം അതിൽ പ്രധാനമായിട്ടുള്ള തെളിവ് വീഡിയോ അവിടെയുണ്ട്. അപ്പോൾ ആ വീഡിയോ ഇവരുടെ പട്ടേലിൻ്റെ അറ്റേർണി ആഷ്ലി മർച്ചൻ്റ് എന്ന് പറഞ്ഞ അറ്റേർണി
അദ്ദേഹം പറയുന്നത് ഈ വീഡിയോയിൽ ഇങ്ങനെ ഒരു സംഭവമില്ല, ഒരു പിടിവലി നടന്നതായിട്ടൊന്നും കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല പട്ടേൽ ഓടിപ്പോവുകയോ എന്തെങ്കിലും ചെയ്തതായിട്ടും കാണിക്കുന്നില്ല. അദ്ദേഹം ശാന്തനായിട്ടും പിന്നെ മരുന്നും മേടിച്ച് കാശും കൊടുത്ത് മര്യാദയ്ക്ക് പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ എന്തെങ്കിലും അവിടെ നടന്നതായിട്ട് യാതൊരു തെളിവുമില്ല, ആ വീഡിയോ ഇല്ല. ഇവർ ഈ പറയുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് പോലീസ് പറയുന്നത് ഈ അറ്റോർണി കാണിക്കുന്ന വീഡിയോ പിന്നെ എഡിറ്റ് ചെയ്തതാണ്, അത് മുഴുവൻ കാണിക്കുന്നില്ല. അപ്പം മുഴുവനുള്ള വീഡിയോയിൽ ഈ തട്ടിക്കൊണ്ടുപോകൽ ശരിയാണ്, ഇവരുടെ ആരോപണം ശരിയാണെന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ അത് പിന്നെ അത് പിന്നെ പോലീസിൻ്റെ നിലപാടിനെയും പിന്നെ പലരും ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് കരോളിൻ മില്ലറെ പോലെ ഒരാൾ ഇങ്ങനെ ഇത്രയും ഹീനമായിട്ടുള്ള ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചതെന്നതിനെപ്പറ്റി ഈ പട്ടേലിൻ്റെ അഭിഭാഷകൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ മുമ്പും പല കേസുകളൊക്കെ കൊടുത്തിട്ടുള്ള ആളുകളാണ്. കേസിൻ്റെ കാര്യത്തിൽ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്, വ്യവഹാരത്തോട് താല്പര്യമുള്ള ഒരാളാണ്. മുമ്പ് 2021 മറ്റോ എന്തോ ലിഫ്റ്റ്, നമ്മുടെ ഊബർ പോലെ തന്നെയുള്ള ലിഫ്റ്റിൻ്റെ പിന്നെ ഡ്രൈവർ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അവർ കേസ് കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നേരത്തെ ഉണ്ട്. അപ്പം ഇവരിതിൻ്റെയൊക്കെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണോ എന്നറിയില്ല ഇത്രയും വലിയൊരു ഗുരുതരമായ കുറ്റം ആരോപിക്കുന്നത്. അപ്പോൾ ഈ ജയിലിൽ നമുക്കറിയാം, അമേരിക്കയിലെ ജയിലിൽ ഇങ്ങനെ കുട്ടികളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ജയിലിലെ മറ്റ് തടവുകാരെ അടിച്ച് ശരിപ്പെടുത്തും. അത് പിന്നെ ഭീഷണിപ്പെടുത്തി അടിച്ച് ശരിപ്പെടുത്തുകയൊക്കെ ചെയ്യും. ഏതാനും വർഷം മുമ്പ് ഒരു കത്തോലിക്ക പുരോഹിതൻ 70 വയസ്സിൽ കൂടുതലുണ്ട്, അദ്ദേഹത്തെ ഇതുപോലെ ഈ കുട്ടികളെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. ജയിലിൽ ചെന്നപ്പോഴത്തേക്ക് മറ്റുള്ളവരെല്ലാം കൂടി അങ്ങനെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള ഹീനകൃത്യങ്ങൾ പിന്നെയും നടക്കാറുണ്ട്. അപ്പം ജയിലിലെ മറ്റ് കുറ്റകൃത്യങ്ങളൊക്കെ, കൊലപാതകം ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് നല്ല സ്വീകരണമാണ് അവിടെ കിട്ടുക. അപ്പോൾ അതാണ് ജയിലിലെ അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ജയിലിൽ ഭീഷണിയാണ്, പീഡിപ്പിക്കുന്നതെന്ന് മാത്രമല്ല അവിടുത്തെ ഭക്ഷണം, ഇങ്ങനെയൊക്കെ വെജിറ്റേറിയൻ ആയിരിക്കും. ജയിലിൽ വെജിറ്റേറിയൻ ഭക്ഷണമൊന്നും കിട്ടാനും പോകുന്നില്ല. ഇതുവരെ ഇട്ട് ജാമ്യം കിട്ടിയിട്ടുമില്ല. ഇനിയിപ്പം ഇങ്ങനത്തെ കേസ് മെയ് 6-നാണ്. അപ്പോൾ എന്തായാലും ഇത് ഏറെ അലോസരപ്പെടുത്തും. നമ്മളൊരാളെ സഹായിക്കാൻ പോകുമ്പം നമ്മൾ 2 വട്ടമോ 3 വട്ടമോ ആലോചിക്കണം സഹായിക്കണമെന്ന്. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ന്യൂയോർക്ക് സിറ്റിയിൽ വെച്ച് നമ്മുടെ അന്തരിച്ച എഴുത്തുകാരൻ ജോയൻ കുമരകം പറഞ്ഞിട്ടുണ്ട്, ചില പെണ്ണുങ്ങൾ പിന്നെ ഈ കോട്ടിൻ്റെ ബട്ടണൊന്നും ഇട്ട് കൊടുക്കുക പുറകിലോ, അല്ലെങ്കിൽ അങ്ങനെ പറയും, ആ വഴിക്കൂടെ പോയേക്കരുത്, എന്നിട്ട് പിന്നെ അവർ നമ്മളെ കേസിൽ കൊടുക്കും, നമ്മളെ പ്രശ്നത്തിലാക്കും. അതുകൊണ്ട് കഴിവതും സഹായിക്കാൻ പോകരുതെന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വാസ്തവം പറഞ്ഞാൽ ഈ നമ്മൾ ശുദ്ധഗതിക്കും പിന്നെ ഈ 99% ഇന്ത്യക്കാർ ഇവിടെ വന്നിരിക്കുന്നവർ നമുക്കറിയാം കുറ്റകൃത്യങ്ങളിൽ ഒന്നും താല്പര്യമുള്ളവരല്ല, ഇവിടെ ജീവിക്കാൻ വേണ്ടി വന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. പിന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് പിന്നെ പരമാവധി ചെയ്യുന്നത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അക്കാര്യത്തിലാണല്ലോ നമുക്ക് പിന്നെ താല്പര്യം കൂടുതലുള്ളത്, സാമ്പത്തിക തട്ടിപ്പ്. അതല്ലാതെ പിന്നെ ഈ ചെറുപ്പക്കാരായ പിള്ളേർ ഈ പിന്നെ പെൺപിള്ളേർക്ക് മെസ്സേജുകൾ അയക്കുക. അപ്പോൾ പോലീസ് അപ്പുറത്ത് 14 വയസ്സുള്ള പെണ്ണാണെന്ന് പറഞ്ഞ് പോലീസുകാരനായിരിക്കും പിന്നെ ഈ മെസ്സേജുകൾ അയക്കുന്നത്. അപ്പം അറിയാതെ ചെന്ന് ചാടിക്കൊടുക്കും. അപ്പോൾ ഇവിടെ വരുന്ന പ്രത്യേകിച്ച് ഈ H1 വിസയിലൊക്കെ വരുന്ന പുതിയ പിള്ളേർ, അവരോർക്കും ഈ 14 വയസ്സുള്ള വെച്ച് ഇങ്ങനത്തെയൊക്കെ പിന്നെ വർത്തമാനം പറഞ്ഞാൽ അത് പിന്നെ അതിൽ ഒരു തെറ്റില്ല എന്നുള്ള രീതിയിലാണ് ഇവർ തിരിച്ച് മറുപടി കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇന്നടത്ത് പോകാം, നമുക്ക് അവിടെ വെച്ച് കാണാം എന്നൊക്കെ അവരെ ക്ഷണിക്കുകയും അല്ലെങ്കിൽ അവർ വിളിക്കുന്നിടത്ത് ചെല്ലുകയും ഒക്കെ ചെയ്യുന്നത്. ഒടുവിൽ അവർ അറസ്റ്റിലാവുന്നു, കേസിലാവുന്നു, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നു. ഇതൊക്കെ ഒഴിച്ചാൽ പൊതുവിൽ നമ്മുടെ സമൂഹം ഏറ്റവും പീസ്ഫുള്ളായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. ഏറ്റവും കുറ്റകൃത്യങ്ങൾ കുറഞ്ഞ ഒരു സമൂഹമാണ് നമ്മൾ. ചുരുക്കമായിട്ട് വളരെ പിന്നെ ന്യൂയോർക്കിൽ പിന്നെ ഭാര്യയെ കൊല്ലാൻ ഏൽപ്പിച്ചു, പിന്നെ വാടക കൊലയാളി ഏൽപ്പിച്ചു, അങ്ങനെയൊക്കെയുള്ള ചുരുക്കം ചില കുറ്റങ്ങൾ ഒഴിച്ചാൽ പിന്നെ പൊതുവിൽ പിന്നെ നിയമം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. പ്രധാനമായിട്ടുള്ള കാര്യം, നമുക്ക് ഇതൊന്നും ഫൈറ്റ് ചെയ്യാനുള്ള കഴിവോ താല്പര്യമോ നമുക്കില്ല. ആളുകളുമായിട്ട് പിന്നെ പറഞ്ഞു നിൽക്കാനുള്ള കഴിവും നമുക്കില്ല. അപ്പോൾ ഈ പട്ടേലിൻ്റെ വീഡിയോ, പിന്നെ ഈ പട്ടേലിൻ്റെ അറ്റേർണി കൃത്യമായിട്ട് പറയുന്ന വീഡിയോ ഉണ്ട്, 20 ആംഗിളിൽ നിന്നെടുത്ത വീഡിയോയിലും ഒരിടത്തും ഒരു പിടിവലി നടക്കുന്നതായിട്ടോ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും ആ പോലീസ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ റേസിസം എന്നൊക്കെ ഉണ്ടെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ഇല്ല എന്ന് നമുക്ക് തീർത്തൊന്നും പറയാൻ പറ്റില്ല. കാരണം വേറൊരാളെ കണ്ടു കഴിഞ്ഞാൽ അവനാ നമ്മുടെ ആളുകളൊന്നുമല്ല, അവനെന്തോ ആയിക്കോട്ടെ, അവനെ എങ്ങനെ വേണേലും ഉപദ്രവിക്കാം, എങ്ങനെ വേണേലും അവനോട് പെരുമാറാമെന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. ഇപ്പം മലയാളികൾക്ക് ലഭിക്കുന്ന അതേ സ്വീകരണമാണോ കേരളത്തിൽ ബംഗാളികൾക്ക് പിന്നെ ലഭിക്കുക? പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ബംഗാളികളോട് മലയാളികളോട് പെരുമാറുന്ന പോലെയാണോ പെരുമാറുക? അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഇത് നമ്മളെല്ലാം വേദനിപ്പിക്കുന്നു. വാസ്തവം പറഞ്ഞാൽ ഇതിൽ
ഈ 56 വയസ്സുള്ള ഒരു എഞ്ചിനീയറായ ഒരു വ്യക്തി ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകേണ്ട ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. തട്ടിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാരമായ ഒരു കാര്യമാണോ? അതും ഈ വാൽമാർട്ട് പോലെ ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലത്ത്, ആളുകൾ ധാരാളം പേരുള്ള ഒരു സ്ഥലത്ത്, അതും അമ്മയുടെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടുപോവുക, പിടിച്ചെടുത്തുകൊണ്ട് പോകാൻ അതിന് മാത്രം വിഡ്ഢിയോ മണ്ടനോ ആണോ? പിന്നെ തട്ടിക്കൊണ്ടുപോകുന്ന ഏതെങ്കിലും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പിടിച്ച് എടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളതല്ലേ ചെയ്യുന്നത്. ഇത് അവിടെ ഒരു ഒച്ച ഉണ്ടാക്കിയാൽ കൂടി ആ ജനം മുഴുവൻ അവിടെ കൂടും, സെക്യൂരിറ്റിയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വീഡിയോയും ഉണ്ട്. അപ്പം എന്തായാലും ഇത് പിന്നെ ഈ വീഡിയോ ശരിക്കുള്ള കൃത്യമായിട്ടുള്ള വീഡിയോ പുറത്തു വിടേണ്ടതുണ്ട്. അത് ഇതുവരെയും പിന്നെ പോലീസ് കാണിച്ചിട്ടില്ല. ഡെയിലി മെയിലാണ് അതിനെപ്പറ്റി നല്ല റിപ്പോർട്ടുള്ളത്. അത് ഈ മലയാളി നമ്മൾ ഇന്നത് കവർ ചെയ്തിട്ടുണ്ട്. കഴിയുന്നത്ര പേര് അത് വായിക്കുകയും ചെയ്യണം. എന്തായാലും ഈ സംഭവം നമ്മളെ വിഷമിപ്പിക്കുന്നു, നമ്മളെ വേദനിപ്പിക്കുന്നു. നമ്മളും ഒക്കെ ഒന്ന് കരുതിയിരിക്കുക.